മിനിമം ബാലൻസ് ഉണ്ടോ അക്കൗണ്ടിൽ? ഇല്ലേൽ പണിയിട്ട്. പിഴയായി ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയ ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. രാജ്യത്തെ ബാങ്കുകൾ 2025-26 സാമ്പത്തിക വർഷം മിനിമം ബാലൻസ് പിഴയായി ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയത് 7,116.63 കോടി രൂപയാണ്. സ്വകാര്യ മേഖലയിലെ ബാങ്കുകളാണ് മിനിമം ബാലൻസ് പിഴയുടെ 70% ഈടാക്കിയിരിക്കുന്നത്. സേവിങ്സ്, കറന്റ് അക്കൗണ്ടുകളിലായി സ്വകാര്യ പൊതുമേഖലാ ബാങ്കുകൾ ഈടാക്കിയ മൊത്തം തുകയാണിത്. സ്വകാര്യ ബാങ്കുകൾ 4,948.71 കോടി രൂപയും പൊതുമേഖലാ ബാങ്കുകൾ 2,137.92 കോടി രൂപയുമാണ് ഈടാക്കിയതെന്ന് രാജ്യസഭയിൽ കേന്ദ്ര ധനസഹമന്ത്രി പങ്കജ് ചൌധരി വ്യക്തമാക്കി. 12 പൊതുമേഖലാ ബാങ്കുകളിൽ 10 സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കിയിട്ടുണ്ട്. 2 ബാങ്കുകൾ ബാങ്ക് ബോർഡ് അംഗീകാരത്തോടെ പിഴ ഈടാക്കുന്നതിൽ ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. 1,798.14 കോടി പിഴയായി ഈടാക്കിയ HDFC ബാങ്കാണ് ഇതിൽ ഏറ്റവും മുന്നിൽ. ആക്സിസ് ബാങ്ക് 1,081.33 കോടി രൂപ, ICICI ബാങ്ക് 353.5 കോടി രൂപ, കൊടക് മഹീന്ദ്ര ബാങ്ക് 290.65 കോടി, യെസ് ബാങ്ക് 195.05 കോടി, IDBI ബാങ്ക് 175.15 കോടി എന്നിങ്ങനെയാണ് പിഴ ഈടാക്കിയത്. 2022-23 മുതൽ 2025-26 വരെ 4 സാമ്പത്തിക വർഷങ്ങളിലായി ബാങ്കുകൾ മിനിമം ബാലൻസ് ഇല്ലാത്ത അക്കൗണ്ടുകളിലെ പിഴ ഇനത്തിൽ ഈടാക്കിയത് 26,170 കോടി രൂപയാണെന്നും പങ്കജ് ചൌധരി വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുമേഖലാ ബാങ്കുകളിൽ SBI 477.27 കോടി രൂപയാണ് മിനിമം ബാലൻസിന്റെ പേരിലുള്ള പിഴയായി ഈടാക്കിയത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.